അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, ഒരു 15 മിനിറ്റ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതിൻ്റെ അത്യാവശ്യതയെപ്പറ്റി സംസാരിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുക. പ്രവാചകൻ തങ്ങളെ സ്നേഹിക്കുക എന്നത് എങ്ങനെയാണ്? നാം ഇങ്ങനെ വായ കൊണ്ട് പറയുന്നത് മാത്രമല്ല പ്രവാചക സ്നേഹം. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അത് തങ്ങളുടെ ജീവിതചര്യയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് യഥാർത്ഥ തിരുനബിയോടുള്ള സ്നേഹം. അങ്ങനെയാണെങ്കിൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്ന് സൂറത്തു ആലു ഇമ്രാനിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ പിന്നീട് കിടന്നുറങ്ങുന്നത് വരെ ധാരാളം പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിത മാർഗങ്ങൾ, നമ്മുടെ ആഹാരം കഴിക്കൽ, നമ്മുടെ വസ്ത്രം ധരിക്കൽ, നമ്മുടെ പള്ളിയിൽ പ്രവേശിക്കൽ, ഇറങ്ങൽ, അങ്ങനെ ധാരാളം കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ നാം ഈ ചെയ്യുന്ന നമസ്കാരങ്ങളും നോമ്പുകളും ഹജ്ജുകളും മാത്രമല്ല, ഈ നബിത്തങ്ങളുടെ ചര്യകൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് അർത്ഥപൂർണമാകുന്നത്. അങ്ങനെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുവാനുള്ള അവസരം നമുക്കുണ്ട്. അത് എങ്ങനെയാണെന്ന് ചെറിയ രീതിക്ക് കഴിവിൻ്റെ പരമാവധി ആഴത്തിൽ തന്നെ വിശദീകരിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കി നല്ല രീതിയിൽ പറഞ്ഞു തരാനും നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഇരുകൂട്ടർക്കും അല്ലാഹു നൽകട്ടെ. നമുക്ക് ആദ്യമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചര്യകളെ പറ്റി സംസാരിക്കാം. ആഹാരം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആഹാരം എങ്ങനെയുള്ളതായിരിക്കണം? നാം കഴിക്കുന്ന ആഹാരം അതൊരു ഇബാദത്താവണമെങ്കിൽ, അതൊരു ആരാധന, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതായ ഒരു ഇബാദത്താവണമെങ്കിൽ നമ്മുടെ ആഹാരം ആദ്യമായി അത് ഹലാലായിരിക്കണം. നാം കഴിക്കുന്നതായ ആഹാരം, നമ്മുടെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങുന്ന ആഹാരങ്ങൾ മുഴുവനും ഹലാലാകേണ്ടതുണ്ട്. പിടിച്ചു പറിച്ചതോ മോഷ്ടിച്ചതോ വഴിയിൽ വീണ് കിടക്കുന്നതോ അല്ലെങ്കിൽ അന്യാധീനമായി സമ്പത്ത് സമ്പാദിച്ച് അതിൽ നിന്നും മേടിച്ച് കഴിക്കുന്ന ആഹാരം ഒരിക്കലും ഹലാലാവുകയില്ല. അതാണ് ആഹാരത്തിൻ്റെ വിഷയത്തിൽ ഹലാലാവുക എന്നതുകൊണ്ടുള്ള ആദ്യ ഉദ്ദേശം. രണ്ടാമതായി, നമ്മൾ മാംസം കഴിക്കുന്നവരാണ്. പൊതുവിൽ നമ്മൾ ഇറച്ചിയും മറ്റുള്ള മൃഗങ്ങളെയൊക്കെ അറുത്ത് കഴിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അറവുമായി ബന്ധപ്പെട്ട് ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഹലാലായ ആഹാരമാണ് നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. കോഴിയാണെങ്കിലും ആട്, പോത്ത് അങ്ങനെയുള്ള മൃഗങ്ങളെ അറുക്കുമ്പോൾ ആ അറുക്കുന്ന ആളിനെ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളാവുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കുറേയധികം നിബന്ധനകളും നിയമങ്ങളും നമുക്ക് നിർബന്ധമാണ്. എല്ലാവരും അറുത്ത ആഹാരം, ഇറച്ചി നമുക്ക് കഴിക്കാൻ പാടില്ല. നമുക്കത് ഹലാലാവില്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ആളായിരിക്കണം അറവുകാരൻ. മുസ്ലിമായാൽ മാത്രം പോരാ, അറുക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി പറഞ്ഞുകൊണ്ട് അറുത്തതിന് മാത്രമേ നമുക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ളൂ. അതുപോലെ തന്നെ അറുക്കുന്നയാൾ പുരുഷനായിരിക്കണം. സ്ത്രീകൾ അറുക്കുന്നതിനെ കഴിക്കാൻ നമുക്ക് അനുവാദമില്ല. അതാണ് അറവുമായി ബന്ധപ്പെട്ട പ്രധാന സുന്നത്ത്, നമ്മൾ പരിഗണിക്കേണ്ടതായ വിഷയം. അറുക്കുന്നയാൾ മുസ്ലിം ആയിരിക്കണം, ബിസ്മി പറഞ്ഞുകൊണ്ടായിരിക്കണം അറുക്കേണ്ടത്, പുരുഷനായിരിക്കണം. ഇസ്ലാമിൽ സ്ത്രീക്ക് അറുക്കുവാനുള്ള വകുപ്പില്ല. നാം ഹോട്ടലുകളിൽ നിന്നൊക്കെ ആഹാരം കഴിക്കുന്നവരാണ്, യാത്രയിലൊക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന ഹോട്ടൽ അത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടേതാകട്ടെ ഇതര മതസ്ഥരുടേതാകട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അവിടെ വരുന്ന ഇറച്ചി ഈ പറഞ്ഞ രീതിക്കുള്ള കൈകളിലൂടെ വരുന്നതാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്ക് അങ്ങനെ ഉറപ്പുള്ള ഇടങ്ങളിൽ നിന്ന് മാത്രമേ മാംസാഹാരം നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ഭക്ഷണം നമുക്ക് ഭക്ഷിക്കാം, കുഴപ്പമില്ല. വെജിറ്റേറിയൻ നമുക്ക് കഴിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. മാംസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഭക്ഷണത്തെ നാം പാഴാക്കാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം, നമ്മുടെ ഒരാളിൻ്റെ വയറ് നിറയുന്ന ആഹാരം മാത്രം നാം ഭക്ഷിക്കുക. ആഹാരത്തെ ഒരിക്കലും പാഴാക്കി കളയുവാനോ അതിനെ കുറ്റം പറയുവാനോ പാടില്ല. നമുക്ക് ആഹാരം നല്ലതുപോലെ ഇഷ്ടപ്പെടാം,
അപ്പോൾ നമ്മൾ ഭാര്യമാർ വെച്ചതാണെങ്കിലും നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചതാണെങ്കിലും നല്ല ആഹാരമാണെങ്കിൽ നമ്മളൊരു നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോകാറുണ്ട്. ഇനി നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഭക്ഷണമാണ്, എന്തെങ്കിലും ഉപ്പ് കൂടുകയോ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരികയോ ചെയ്താൽ ആഹാരത്തിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന ഒരു സ്വഹാബി. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്നും ഒഴിഞ്ഞ് നബിയോടൊപ്പം കൂടിയ ഒരു സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വർഷങ്ങളോളം ആ ബാലൻ നബിത്തങ്ങളുടെ ഖാദിമായിരുന്നു. നബിത്തങ്ങൾക്ക് ഭക്ഷണം വെക്കാനും വിളമ്പാനും കൊടുക്കാനും എല്ലാം മുന്നിൽ നിന്നിരുന്ന സ്വഹാബിയായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിലൂടെ ധാരാളം ഭക്ഷണ മര്യാദകളെ പറ്റിയുള്ള ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ദീർഘകാല നബിത്തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു, ആഹാരവുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾ നബിത്തങ്ങൾക്ക് ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലും എന്നോട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നാം കഴിക്കുന്ന ആഹാരത്തിൽ ചിലപ്പോൾ ഉപ്പ് കൂടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാം, നമുക്കത് ഉണർത്താം. അതിൻ്റേതായ രീതിക്ക് നമുക്ക് ഉണർത്തി കൊടുക്കാം. നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ നമുക്ക് ഉണർത്താം. പക്ഷേ ആ ആഹാരത്തെ പാടെ വെറുപ്പിക്കുന്ന രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പാടില്ല. അതുപോലെ തന്നെ നാം ഭക്ഷണം പാഴാക്കാനും പാടില്ല. അതുപോലെ വയറ് നിറഞ്ഞ് നമ്മുടെ തൊണ്ട വരെ തട്ടുന്ന രീതിയിൽ കഴിക്കലും നമുക്ക് ഇസ്ലാമിൽ അനുവദനീയമല്ല. നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ എപ്പോഴും 3 തട്ടായിട്ട് വയറിനെ തിരിക്കണമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ തട്ട് നമ്മുടെ ആഹാരം, രണ്ടാമത്തെ തട്ടിൽ വേണ്ട വെള്ളം, മൂന്നാമത്തെ തട്ട് അത് കാലിയായി കിടക്കണമെന്നാണ്. അല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനുമൊക്കെ അത് ദോഷം ചെയ്യും. നമുക്ക് അലസത, മടി, ഉറക്കം, ക്ഷീണം തുടർന്ന് വരുന്ന രോഗങ്ങളെല്ലാം ഉണ്ടാവാൻ അത് കാരണമാണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞത് ആഹാരത്തെ കുറ്റം പറയുവാനോ അമിതമായി ഭക്ഷണം കഴിക്കുവാനോ ഭക്ഷണത്തെ പാഴാക്കാനോ നമുക്ക് പാടില്ല. ആ കാര്യം നാം ശ്രദ്ധിക്കണം. മൂന്നാമതായി നാം ചിലപ്പോൾ ചെയ്യാറുള്ളതായിരിക്കാം, ഭക്ഷണത്തിൽ ഊതാൻ പാടില്ല. നമ്മൾ ചൂട് ചായയൊക്കെ എടുത്തിട്ട് ഊതി കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ഭക്ഷണത്തിൽ ഊതി കഴിക്കാൻ പാടില്ല. ചൂടുള്ള ഭക്ഷണമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഊതി കഴിക്കാൻ പാടില്ല. അതുപോലെ ഇപ്പം സംഘികളൊക്കെ പറയുന്നത് പോലെ തുപ്പുന്ന ഭക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഏതോ ഒരാൾ ഭക്ഷണത്തിലെന്തോ മന്ത്രിക്കുന്ന പോലെയൊക്കെ കാണിച്ചു. അത് വെളിയിൽ വീഡിയോ വന്നിട്ടാണ് അത് ആകെ ഖറാബായി അങ്ങനെ നമ്മുടെ സമുദായത്തിനെ മൊത്തം ആക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. ആഹാരത്തിലോട്ട് മന്ത്രിക്കുക എന്നുള്ളൊരു രീതി ഇസ്ലാമിലില്ല. ഇപ്പോൾ കുറച്ച് ചോറ് കൊണ്ട് വെച്ചിട്ട് ഉസ്താനെടുത്ത് മന്ത്രിച്ച് തരാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയില്ല. ചോറ് മന്ത്രിക്കൽ, വെള്ളം നമ്മൾ ഫാത്തിഹ ഓതി കൊടുക്കാറുണ്ട്. അല്ലാതെ ആഹാര സാധനങ്ങൾ മന്ത്രിച്ച് ഊതലെന്ന് പറയുന്നത് സംഗതി ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അത് ആ ഒരു വശം. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം ചൂട് കാരണത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്താലോ ഊതിക്കൊണ്ട് കഴിക്കാൻ പാടില്ല. അതുപോലെ വെള്ളം കുടിക്കുന്ന വിഷയത്തിൽ നാം ഇരുന്നു കൊണ്ടായിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നമ്മൾ നിന്ന് കുടിക്കരുത്. നിന്ന് കുടിക്കുന്നത് നാം നിസ്സാരമായിട്ട് നിന്ന് കുടിച്ചങ്ങ് പോവാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിന്ന് വെള്ളം കുടിക്കുന്നവനെ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് മരുന്നില്ലാത്ത രോഗത്തെ കൊടുത്തുകൊണ്ടാണ്. മരുന്നില്ലാത്ത ഒരു രോഗമായിരിക്കും അവനിക്ക് കിട്ടുന്നത്. സ്ഥിരമായി നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പരീക്ഷണം മരുന്നില്ലാത്ത ഒരു അസുഖം കൊടുത്ത് അവനെ പരീക്ഷിക്കുമെന്നാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സൽക്കാര വേദികളിൽ, വിവാഹ വേദികളിലൊക്കെ നാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് ബൊഫേ സിസ്റ്റം കണ്ടുവരാറുണ്ട്. ബൊഫേ സിസ്റ്റം അത് തന്നെ നമ്മുടെ ഇസ്ലാമികമായ ഒരു സംസ്കാരത്തോട് യോജിച്ചതല്ല. ആൾക്കാരെ, അതിഥികളെ ആയിട്ട് വിളിക്കുന്ന ആൾക്കാരെ നിർത്തി ഭക്ഷിപ്പിക്കുക എന്നുള്ളത് നമുക്ക് യോജിച്ച രീതിയല്ല. എന്നിരുന്നാലും ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയാലോ, നാം അത് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടതായ മര്യാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമ്മിലേക്ക് ഭക്ഷണ മര്യാദയിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ അതിഥിയായിട്ട് വരികയാണ്. അതിഥിയെ നമ്മൾ സൽക്കരിക്കണം, ആദരിക്കണം. അതിഥിയായിട്ട് വരുന്നയാളിനെ നമ്മൾ നല്ല രീതിക്ക് പരിഗണിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ വിഭവസമൃദ്ധമായ ആഹാരം കൊണ്ടുവന്ന് അദ്ദേഹത്തെ വലിയ സമൃദ്ധമായി അങ്ങനെ ഭക്ഷിപ്പിക്കണമെന്നല്ല. നമ്മളാൽ കഴിയുന്ന നല്ല ആഹാരം, നല്ല പാനീയം അദ്ദേഹത്തെ കൊടുത്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് മനസ്സംതൃപ്തിയോടുകൂടി പറഞ്ഞു വിടേണ്ടതുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം വൈഫഹു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ
അവൻ അവൻ്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. നമ്മുടെ വീട്ടിലായിട്ട് അതിഥിയായിട്ട് വരുന്ന ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കളാകാം, അല്ല എങ്കിൽ നമ്മുടെ ഇതര സഹോദരങ്ങളാകാം, നമ്മുടെ പരിചയമില്ലാത്ത ആളുകളാവാം. ആരെങ്കിലും ആഹാര സമയത്താണ് വരുന്നത് എങ്കിൽ നമ്മളിലുള്ള ആഹാരം നല്ല വൃത്തിക്ക് അദ്ദേഹത്തിന് കൂടി പരിഗണിക്കുക എന്നുള്ളത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദകളിൽപ്പെട്ട ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ അയൽക്കാരെ പരിഗണിക്കണം. നമുക്കറിയാം, റസൂലുള്ളാഹി തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്, ആരെങ്കിലും കറി വയ്ക്കുകയാണ് എങ്കിൽ അതിലല്പം വെള്ളം കൂട്ടി അയൽക്കാരനെ കൂടി പരിഗണിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ്, പ്രസിദ്ധമായ ഹദീസാണ്. ആ ഹദീസിൻ്റെ ഉദ്ദേശം തന്നെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന ഒരു ഹദീസ് കൂടി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം ഏതൊരവസ്ഥയിലാണെങ്കിലും, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അയൽക്കാരൻ, അവൻ സമ്പന്നനാവട്ടെ അല്ലെങ്കിൽ നമ്മളെക്കാൾ പാവപ്പെട്ടവനാവട്ടെ, അത് പരിഗണനയില്ല. നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ അയൽക്കാരനെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണമായിരുന്നു നമ്മുടെ വീട്ടിൽ പായസം വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണി വയ്ക്കുകയോ അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൂടി പരിഗണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ അതൊക്കെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ നമ്മളാൽ കഴിയുന്ന വിധം ആ അമലുകൾ, ആ സുന്നത്തുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ആഹാരത്തിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ സുന്നത്തുകളാണ്. ഒന്നാമതായി പറഞ്ഞത് ഹലാലായിരിക്കണം. ഹലാലിൻ്റെ വിഷയത്തിൽ അറവിൻ്റെ വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി പറഞ്ഞത് ഭക്ഷണം പാഴാക്കുവാനോ അമിതമായി ഭക്ഷിക്കുവാനോ ഭക്ഷണത്തെ കുറ്റം പറയുവാനോ പാടില്ല. മൂന്നാമതായി പറഞ്ഞത് ഭക്ഷണത്തിൽ ഊതുവാൻ പാടില്ല. അതുപോലെ അടുത്ത പറഞ്ഞത് വെള്ളം കുടിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് ഭക്ഷിക്കുക, ഇരുന്നു കൊണ്ട് കുടിക്കുക. അടുത്തതായി പറഞ്ഞത് നമ്മൾ അയൽക്കാരെ പരിഗണിക്കുക. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ അയൽക്കാരെ നാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരിഗണിക്കുക. നമ്മിലേക്ക് വരുന്നതായ അതിഥിയെ നാം നല്ല രീതിക്ക് സൽക്കരിപ്പിച്ച് സന്തോഷിപ്പിച്ച് യാത്രയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതിനെ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീക്കിനെ നമുക്ക് നൽകുമാറാകട്ടെ. നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നല്ല നിലയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള നല്ല തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മക്ബറകളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മുൻഗാമികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നാം പറഞ്ഞതും കേട്ടതുമായ സൽക്കർമ്മങ്ങളുടെ ഒരു ഓഹരി അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.